വേർപിരിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും അമൃത സുരേഷും ബാലയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. പിതാവ് ബാലയുമായി യാതൊരുവിധ ബന്ധത്തിനും താല്പര്യമില്ലെന്നും അമ്മയെ ഉപദ്രവിക്കുന്നതടക്കം താൻ കണ്ടിട്ടുണ്ടെന്നുമായിരുന്നു പാപ്പു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പിന്നാലെ ബാലയും അമൃതയും ഒക്കെ അവരുടെ ഭാഗം ന്യായീകരിച്ചെത്തുകയും ചെയ്തു. എന്നാൽ അമൃതയ്ക്കും കുടുംബത്തിനുമെതിരെ വ്യാപക സൈബർ ആക്രമണമായിരുന്നു ഉണ്ടായത്. 12 വയസ്സുള്ള മകളെ പോലും ഈ വിമർശനത്തിന് ഇരയാക്കി. പിന്നാലെ അമൃതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പോസ്റ്റുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം സഹോദരി അഭിരാമി സുരേഷ് എത്തിയത്. അതിൽ അമൃത സുരേഷിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു താരം എത്തിയതും. തലങ്ങും വിലങ്ങും വിവാദങ്ങൾ കത്തി നിൽക്കുന്നതിനിടയിലാണ് ഗായിക അമൃത സുരേഷിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. അമൃതയുടെ സഹോദരിയും ഗായികയുമായ അഭിരാമി സുരേഷാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പുറം ലോകത്തെ അറിയിച്ചത്. ആശുപത്രിയിൽ നിന്നും കാർഡിയാക് ഐസിയുവിലേക്ക് സ്ട്രെച്ചറിൽ കിടത്തിക്കൊണ്ടുപോകുന്ന അമൃത സുരേഷിന്റെ ചിത്രവും അഭിരാമി സുരേഷ് പങ്കുവച്ചെത്തി. മതിയായി, എൻ്റെ ചേച്ചി ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കൂ. ഞാൻ നിങ്ങളെ വെറുക്കുന്നു. അവരെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കൂ. നിങ്ങൾക്കിപ്പോൾ സന്തോഷമായില്ലേ എന്നുമാണ് ചിത്രത്തിനൊപ്പം അഭിരാമി സുരേഷ് കഴിഞ്ഞ ദിവസം രാത്രി കുറിച്ചുകൊണ്ട് എത്തിയത്. കാർഡിയാക് ഐസിയുവിന് മുന്നിൽ നിന്നുള്ള ചിത്രമായതിനാൽ അമൃത സുരേഷിന് എന്ത് പറ്റി എന്നുള്ള ചോദ്യം വൻ രീതിയിൽ ഉയർന്നിരുന്നു. എന്നാൽ പോസ്റ്റ് വാർത്തയായതിനു പിന്നാലെ അഭിരാമി സുരേഷ് അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഗായികയുടെ സുഖവിവരം അന്വേഷിച്ചിരുന്നവർക്ക് ഇടയിലേക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അമൃത തന്നെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്നും തിരികെ വീട്ടിലെത്തിയ ശേഷമുള്ള അമൃതയുടെ ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത്. മൈ ഗേൾ ഈസ് ബാക്ക് ഹോം, ലവ് യു എന്ന് പറഞ്ഞ അമൃതയുടെ സുഹൃത്താണ് ചിത്രം പങ്കുവെച്ചുകൊണ്ടെത്തിയിരിക്കുന്നത്. കൂട്ടുകാരിയുടെ പോസ്റ്റ് സ്റ്റോറിയാക്കി തനിക്ക് സ്നേഹം നൽകിയ എല്ലാവരോടും നന്ദി എന്നാണ് അമൃത കുറിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്നെക്കുറിച്ച് അന്വേഷിച്ചവർക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നന്ദി എന്നായിരുന്നു അമൃത പറഞ്ഞത്. അതേസമയം ഗായികയുടെ നെഞ്ചിൽ ബാൻഡേഡ് ഒട്ടിച്ചതുപോലെയും ചിത്രത്തിൽ കാണാനാകുന്നുണ്ട്. ഇതോടെ ശരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ള ചോദ്യം ഉയർന്നു വന്നിരിക്കുകയാണ്. നിരവധി പേരാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഗായിക അമൃത സുരേഷ് തന്നെ ഇതിന് മറുപടി നൽകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.